അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മുഴുവൻ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് അരിപ്പയിലിട്ട് ഒന്ന് വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. വെള്ളം ഒഴിച്ച് കഴുകിയതുകൊണ്ട് ഈ ഉഴുന്ന് നല്ലോണം ഒന്ന് ചൂടാവും. അപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഉഴുന്ന് ഒരു 5 മിനിറ്റ് ഇതാ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊന്നും മാറാത്ത രീതിയിൽ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ള അവിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ വെള്ള അവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല വെള്ള കളറിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ള അവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. കനം കുറഞ്ഞ അവിലാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് നല്ലതുപോലെ റോസ്റ്റായിട്ട് മാത്രമേ ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാവൂ. അവിൽ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവിലെല്ലാം ഒന്ന് ചുരുങ്ങി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്നും അവല് റോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാനിന്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക. ഇനി ഇത് അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ചെറിയ ചെറിയ തരികളുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല, അത് മാറ്റാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഉഴുന്നിനാണ് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി കോട്ടൺ തുണിയിലിട്ട് ഉണക്കി എടുത്തതിന് ശേഷം ഒന്ന് നിറം മാറാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം. ഇപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ്, വീട്ടിൽ പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. കുഞ്ഞു കുഞ്ഞു തരികൾ പോലെ നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. ഇങ്ങനത്തെ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി എടുത്താലും മതി. അപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ച് എടുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പുട്ടുപൊടി എടുക്കരുത്. ഇനി ഈ അരിപ്പൊടിയും നമ്മൾ പൊടിച്ചെടുത്ത ഉഴുന്ന പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നുകൂടെ എല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി പൗഡർ അല്ലെങ്കിൽ ദോശ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയും ഉഴുന്നൊന്നും കുതിർത്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയോ ദോശയോ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു താമസവും ഇല്ല. നമുക്ക് ഇത്രയും വേണ്ട ആവശ്യത്തിന് മാത്രം എടുക്കാം. ബാക്കി നമുക്ക് ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ഞാനിപ്പോൾ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവുകളെല്ലാം കൂടുതൽ എടുത്താൽ മതിയാകും. ഇനി ഇതിൽ നിന്ന് നമുക്ക് 250 ml കപ്പിന് 2 കപ്പ് ഈ പൊടി നമുക്ക് എടുക്കാം. പൊടിച്ചു വെച്ചതിൽ നിന്നും 250 ml കപ്പിന് 2 കപ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ 2 കപ്പ് ഇഡ്ഡലി പൗഡർ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് ഇഡ്ഡലി പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒഴിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക.
വെള്ളം ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കട്ടകളൊന്നുമില്ല, നന്നായിട്ട് കൈവച്ച് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഫുള്ളും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറിന്റെ 1/4 ഭാഗത്തോളം മാവ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവിലായിട്ട് നമുക്കൊരു ഗ്ലാസ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഗ്ലാസ് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നത് മാവ് പുറത്ത് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റീലിന്റെ ഗ്ലാസ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നടുവിലായിട്ട് വെച്ചു കൊടുത്തിട്ട് 2-3 വട്ടം ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ മാവിന്റെ നടുവിലായിട്ട് കറക്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഗ്ലാസ് ഇരിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗ്ലാസ് മാവിലേക്ക് ഇറക്കി വെക്കുന്നതുകൊണ്ട് മാവിലുള്ള എയർ ബബിൾസ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് പൊങ്ങിക്കളയില്ല. എത്ര മണിക്കൂറായാലും ഒരു 10 മണിക്കൂറൊക്കെ വെച്ചാലും ഗ്ലാസ് വെക്കുന്നത് കൊണ്ട് മാവ് ഫെർമെന്റ് ആയി കിട്ടാതെ ഒന്നും ഇരിക്കില്ല. മാവ് നല്ലോണം പുളിച്ച് പൊങ്ങി വരികയൊക്കെ ചെയ്യും. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോൾ +2 നീറ്റൊക്കെ കഴിഞ്ഞിരിക്കുവല്ലേ. കട്ട് ഓഫ് മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്കും ഇപ്പോഴും അഡ്മിഷൻ ഒന്നും കിട്ടിക്കാണില്ല. നാട്ടിൽ MBBS പഠിക്കുവാണെങ്കിൽ കോടികൾ ചെലവഴിക്കാം. എന്നാൽ ഇതിനൊരു ഏറ്റവും വലിയൊരു പരിഹാരമാണ് ഇന്ത്യയിൽ നിന്നും വെറും 3 മണിക്കൂർ ഡിസ്റ്റൻസ് അകലെയുള്ള നല്ലൊരു ഗവൺമെന്റ് കോളേജ്. അതും വലിയ വിലക്കുറവിൽ നമുക്ക് പഠിക്കാം. പെർ സെമസ്റ്റർ 1.5 ലക്ഷം രൂപ മാത്രം. എവിടെയാണെന്നല്ലേ? ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഈ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിലത്തേക്കാൾ ചീപ്പും മികച്ച ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ടീച്ചേഴ്സ്, കൂടാതെ NMC, WHO, ECFMG, WFME ഇവയെല്ലാം അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഈ ഒരു കോളേജിന്റെ പ്രത്യേകത എന്തെന്നാൽ സ്വന്തമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിലത്തെ പോലെ കുട്ടികൾക്ക് ഇവിടെ ഒരുപാട് പേഷ്യൻസിന് പഠിക്കാനും കിട്ടും. ഇവിടുത്തെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അടുത്ത ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു സ്ട്രെസ്സും കൂടാതെ സിലബസിന് കൂടെ തന്നെ പഠിച്ചു പോകാനും സാധിക്കുന്നതായിരിക്കും. ഒരു ടീച്ചർ 16 കുട്ടികളുടെ മെന്റർ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും അക്കാഡമിക്സിൽ ഇൻഡിവിജ്വൽ കെയറും കിട്ടും. കൂടാതെ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി എന്നൊരു വേർതിരിവ് ഇവിടെ ഇല്ല. ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭാഷ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. മാത്രമല്ല അനാട്ടമി പോലുള്ള സബ്ജക്ട്സ് പഠിപ്പിക്കുന്നത് നമ്മുടെ മലയാളി ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് കോളേജിൽ പഠിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഹോസ്റ്റലുകളിൽ ട്യൂഷൻ ക്ലാസ് കൂടി എടുക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെ കൊണ്ട് FMG എക്സാമിന് വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും ഫസ്റ്റ് ഇയർ തൊട്ടേ കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലിനെ പറ്റിയും ഫുഡിനെ പറ്റിയും പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ ഹോസ്റ്റലിൽ ഡെയിലി ചെക്കിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ടീച്ചേഴ്സ് കുട്ടികളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണിത്. ഈ ഒരു ഗവൺമെന്റ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്നാൽ +2 കഴിഞ്ഞ് നീറ്റ് പാസ്സായാൽ മാത്രം മതി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടാതെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് വളരെ രുചികരമായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് സാമ്പാർ പരിപ്പ് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഈ സാമ്പാർ പരിപ്പ് ഈ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുതിർക്കാതെ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുതിർത്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പീണിക്ക ചേർത്ത് കൊടുക്കാം. പീണിക്ക അല്ലെങ്കിൽ മത്തനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്കർ മൂടി വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നമ്മൾ കുതിർക്കാതെ എടുത്ത സാമ്പാർ പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലൊക്കെ കേൾപ്പിക്കാം. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ എല്ലാം നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുളകെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 4-5 വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങക്കായ 2ആയിട്ട് മുറിച്ച് കൂടി ചേർത്ത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ ഒരു കുറച്ച് സമയം കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റായി, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം വേവിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറുകിയ പരുവത്തിനാണ് നിങ്ങൾക്ക് ഈ സാമ്പാർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല, ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ചെറിയ ഉള്ളി ചേർക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ട് മുറിച്ചതും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ പൊട്ടുകടല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 4-5 കറിവേപ്പില ചേർക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ മാവ് കുക്കറിൽ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മാവ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതാ മാവൊന്നും പുറത്തേക്ക് ചാടിയൊന്നും വന്നിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, മാവ് പുറത്തേക്കൊന്നും ഒട്ടും തന്നെ പോയിട്ടില്ല. നമ്മൾ ഇതിന്റെ 1/4 ഭാഗത്തോളം ഏകദേശം മാവ് നിറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ പോലും മാവ് പൊങ്ങി പുറത്തേക്ക് ചാടില്ല. അപ്പോൾ ഈ ഗ്ലാസ് ഇരിക്കുന്നത് കൊണ്ട് ഈ മാവ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, മാവ് പുളിച്ചൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ മാവ് തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. മാവ് ഇത് ഫെർമെൻ്റായി കിട്ടാതിരിക്കുന്നില്ല. ഒരുപാട് പൊങ്ങി അങ്ങ് പുറത്ത് ചാടി പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്ര സമയം കഴിഞ്ഞാലും ഈ മാവ് നമ്മൾ കുക്കറിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഗ്ലാസ് മെല്ലെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടില്ല, അടിപൊളിയായിട്ട് മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. മാവ് കണ്ടില്ലേ, നല്ലോണം പതഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് വെച്ചതുകൊണ്ട് മാവ് പുറത്തേക്ക് വരില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവ് കണ്ടില്ലേ, നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്.
ഗ്യാസ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാവെല്ലാം പുറത്ത് ചാടിപ്പോവും. അപ്പം ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്തുമാത്രം നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുള്ളത്, നല്ല പതഞ്ഞ് പൊങ്ങി അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മാവ് അരിയും ഉഴുന്നുമൊക്കെ അരച്ച് വെക്കുന്നത് പോലെ തന്നെയാണ് ഇഡ്ഡലിപ്പൊടി ഇത് ചെയ്തിട്ടെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് മാവെല്ലാം നല്ലോണം പൊങ്ങി ഇതാ വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മാത്രം കുറച്ചെടുക്കാം, ബാക്കിയുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്രയാണോ നമുക്ക് മാവ് ആവശ്യമുള്ളത് അത്രയും മാവ് ഒരു ബൗളിലേക്ക് എടുക്കാം. പകുതി മാവ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള പകുതി മാവ് ഫ്രിഡ്ജിൽ ഞാൻ അടച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. നമ്മളിതിൽ സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, വെറും ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ 4 ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒട്ടും തന്നെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ബൗളിൻ്റെ 3/4 ഭാഗത്തോളം ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി തട്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇഡ്ഡലി തട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇഡ്ഡലി തട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ബൗളിൽ മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് ആവിയായിട്ട് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഹോളിൽ ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി ചെമ്പ് വാങ്ങുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ സ്റ്റീമർ വാങ്ങുമ്പോഴും കിട്ടും. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ എടുക്കുക, സ്റ്റീമറിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഹോളുള്ള തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് ഇതൊന്ന് ആവിയായിട്ട് വേവിച്ചെടുക്കാം. ബൗളില് മാവ് ഒഴിച്ച് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത്പിക്ക് വെച്ച് കുത്തി നോക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ ചൂടല്ലേ, ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവിയേറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഈ ഇഡ്ഡലി തട്ട് പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കും. ഇപ്പം നമ്മൾ ബൗളിൽ തയ്യാറാക്കിയില്ലേ, അതിൻ്റെ ചൂടൊക്കെ ഇതാ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ട നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈസി ആയിട്ട് ബൗളിൽ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇഡ്ഡലി തട്ട് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂ പോലെ സോഫ്റ്റ് ആയ ഇഡ്ഡലി നമുക്ക് ബൗളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കിയെടുത്ത ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇതാ ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇനി നമുക്ക് അരിയും ഉഴുന്ന് അരച്ച് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ കണ്ടില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ തയ്യാറാക്കിയ ചട്നി ഒരറ്റത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പഴമയുടെ തനതായ രുചിയിൽ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്ന അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ അതും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നമ്മൾ ഇഡ്ഡലിപ്പൊടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇതുപോലെ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്